വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 8ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. നമ്മൾ അതിന്റെ ഒരു പാർട്ടിട്ടാണ് ടെസ്റ്റ് വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ നോട്ട് തരുന്നത്. അപ്പോൾ ഇതുവരെ തന്ന നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിച്ചൂസ് ട്രാവലേഗ് അല്ലേ, ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് നമ്മുടെ റിച്ചു യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നതെന്നും മെഗാലത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതൊക്കെ നമ്മൾ അറിയാമല്ലോ, ഇനിയും പറയേണ്ട കാര്യമുണ്ടോ കുഞ്ഞുങ്ങൾ? ഏതാണ്ട് ഇതെല്ലാം ഉണ്ട്. ഇത് മെഗാലത്തിക് ഏജ് അഥവാ കിട്ടാത്തവർ, കാരണം നമുക്ക് ബാക്കി പറയണ്ടേ, അതുകൊണ്ട് കേട്ടോ. മെഗാലത്തിക് ഏജ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷാണിത്. ഇത്രയും എഴുതിയെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും തന്നെ എഴുതിയെടുക്കണം കേട്ടോ. മെഗാലത്തിക് മോണുമെൻറ്റ്സുകളെ കുറിച്ചും മെഗാലത്തിക് ഏജിനെ കുറിച്ചുമാണ് ഈ 3 വരിയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അത് എഴുതിയെടുക്കണം. അത് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണെന്ന് വിചാരിച്ച് മാറ്റി വെക്കില്ലേ. അടുത്തത് അതിൻ്റെ മലയാളംകാർക്ക് തന്നെ മെഗാലത്തിക് ഏജ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാശിലായുഗം എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. മഹാശിലാ സ്മാരകങ്ങളെക്കുറിച്ചും മഹാശിലായുഗത്തെക്കുറിച്ചുമാണ് അതിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ദക്ഷിണേന്ത്യയിലെ പ്രധാന ശിലാ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, അതും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അതിനുശേഷം സൗത്ത് ഇന്ത്യയെക്കുറിച്ച്, അതായത് ദക്ഷിണ ഇന്ത്യയെക്കുറിച്ച് എഴുതാനാണ് പിന്നെ ചോദിച്ചേക്കുന്നത് കേട്ടോ. ദക്ഷിണ ഇന്ത്യ എന്താണെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് 1ാമത്തെ പാർട്ട് കയറി കാണണേ കുഞ്ഞുങ്ങളെ, കാരണം അതിൻ്റെ എക്സ്പ്ലെയിൻ കേട്ടിട്ട് വേണം നിങ്ങൾ ഈ പാർട്ട് 2 കാണാൻ കേട്ടോ. മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നാണ് തണ്ടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് മേജർ മെഗാലിത്തിക് സൈറ്റുകൾ ഏതെല്ലാമാണ്? പ്രധാനമായ മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? മേജർ മെഗാലിത്തിക് മോണുമെന്റ്സുകൾ, ഇത് നമ്മുടെ ടെസ്റ്റിലെയാണ് കേട്ടോ. ടെസ്റ്റിലെ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചേക്കുകയാണ് കണ്ടോ. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ നോക്കണേ. കേരളം ഉണ്ട്, കേരളത്തിലെ മറയൂരാണ്, തമിഴ്നാടിൻ്റെ ആദിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശിൻ്റെ നാഗാർജുനകൊണ്ട, കർണാടകത്തിലെ ബ്രഹ്മഗിരി ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷുമാണ് എഴുതിയെടുക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. മഹാശിലാ സ്മാരകങ്ങൾ, അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാലേ മരിച്ചവരുടെ ശരീരം അടക്കുമല്ലോ, ആ അവശിഷ്ടങ്ങൾക്കൊപ്പം അവരെന്തെല്ലാമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വാട്ട് ആർ ദ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡിസ്കവേർഡ് ഇൻ മെഗാലിത്തിക് കൾച്ചർ, അങ്ങനൊരു ചോദ്യമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. മെഗാലിത്തിക് കൾച്ചർ എന്നാൽ എന്താണ്? മഹാശിലാ സംസ്കാരം എന്നാൽ എന്താണ്? മഹാശിലാ കൾച്ചർ അല്ലേ, ഓരോരുത്തരെയും സംസ്കാരം. അപ്പോൾ അതിൻ്റെ എന്താണ്ട് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അതിനകത്തിൽ വിച്ച് പ്രസൻറ്റ് ഡേ സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ അതിനകത്തിലെ ചോദ്യങ്ങൾ കേട്ടോ. ആ ടെസ്റ്റിലെ ഓരോ ചോദ്യങ്ങളുമാണ്. തമിഴകം എന്നാൽ എന്താണ്? എഴുതാത്തവരങ്ങ് എഴുതി എടുത്തോണേ കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിൻ്റെ എല്ലാം 1 വേർഡുകളുണ്ട് കേട്ടോ. അത് ഞാൻ തരാം, കാരണം എനിക്ക് കൂടുതലും 1 വേർഡുകളുണ്ട് കേട്ടോ. അടുത്തത് ഇനി നമ്മൾ പഠിക്കുന്നത് സംഘം വർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ പുതിയതായിട്ട് പറയാൻ പോകുന്നത് സംഘം കൃതികളെ കുറിച്ചാണ് കേട്ടോ. സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. നോക്കണേ കുഞ്ഞുങ്ങളെ, സംഘം വർക്ക്സ് അല്ലെങ്കിൽ സംഘം കൃതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നല്ലപോലെ ഒന്ന് നോക്കണേ കേട്ടോ. സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. അകം സോങ്സ് ആൻഡ് പുറം സോങ്സ്. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. അകം സോങ്സ് ആൻഡ് പുറം സോങ്സ്. ഇത് ഈ അകം സോങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകം സോങ്സ് റെഫർ ടു ദ ഫാമിലി ലൈഫ് ആൻഡ് സോഷ്യൽ ലൈഫ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ? കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നതാണ് ഈ അകം പാട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ സംഘം കൃതികളെ പൊതുവിൽ അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കണേ കുഞ്ഞുങ്ങളെ, സംഘം കൃതികളെ കുറിച്ചാണ് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഈ സംഘമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. അതിനകത്തിലെ സംഘം വർക്ക്സ് എന്ന് വെച്ചാൽ സംഘത്തിലെ ജോലി എന്നല്ല ഇവിടുത്തെ അർത്ഥം കേട്ടോ. കൃതികളെന്നാണ്. ഈ സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. 2ആയിട്ട് നമ്മുടെ സംഘം കൃതികളെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. കൃതികളെ പൊതുവിൽ അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നാണ്. അകം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് അകത്ത് മൂളിപ്പാട്ട് പാടുന്നതാണോ, അകത്ത് ഉള്ളിൽ പാടുന്നതാണോ? അകം സോങ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുറം സോങ്സ് കുഞ്ഞുങ്ങളെ, പുറം സോങ്സ് റെഫർ ടു ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫ്. എന്താ? എക്കണോമിക് എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട്, പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട്, മിലിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് ഈ പുറം പാട്ടുകൾ എന്ന് വെച്ചാൽ. മനസ്സിലായോ?
അകമ്പാട്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ സാമൂഹിക കുടുംബ ജീവിതത്തെയും നമ്മുടെ സമൂഹത്തിലുള്ള ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചും അതിനെ ചുറ്റുപറ്റിയുള്ള അങ്ങനെയുള്ളതാണ് ഈ അകമ്പാട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സാമ്പത്തികമായും രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടുമുള്ള ജീവിതത്തെ പരാമർശിക്കുന്ന കുഞ്ഞുങ്ങളെ പുറംപാട്ടുകൾ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. സംഘം വർക്സ് അല്ലെ സംഘം കൃതികൾ എന്ന് വെച്ചാൽ അകമ്പാട്ടും പുറംപാട്ടും എന്തോ അതൊന്നും അറിഞ്ഞു വയ്ക്കണം. അപ്പം നമ്മളോട് ചോദിക്കുക എന്തോ ഈ സംഘകൃതികൾ അല്ലേ, സംഘം വർക്സ് എന്ന് വെച്ചാൽ എന്താണ്, വാട്ട് ഈസ് എ സംഘം വർക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതണം. എന്താണെന്നറിയോ? ദ സംഘം വെയർ ഗ്രൂപ്പ് ഓഫ് തമിഴ് പോയിറ്റ് സെൻറ്റർഡ് എറൗണ്ട് മധുരൈ. ദി സംഘം കളക്റ്റഡ് ആൻഡ് preserved the songs of the singers of that time. Therefore, these songs are referred to a Sangam works and this period is called Sangam age. എന്താണ് സംഘം വർക്ക് അല്ലെങ്കിൽ സംഘകൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്ര എഴുതണം കേട്ടോ. എന്താ, അതായത് മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു നിങ്ങളെ ഈ സംഘം എന്ന് പറയുന്നത് അല്ലേ. മധുര കേന്ദ്രമാക്കി, എവിടാ നോക്കിയേ, മധുരയിലാണ്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ, അവിടെ മധുരയാകുമ്പം തമിഴായിരിക്കുമല്ലോ അല്ലേ, തമിഴ് കവികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ സംഘങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകും കേട്ടോ. ഈ സംഘങ്ങൾ അന്നുള്ള ഗായകരുണ്ടല്ലോ അവരുടെ പാട്ടുകളൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ മുമ്പേ തലമുറയുള്ള പാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ പാട്ടുകളൊക്കെ ഇവർ സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികളെന്നാണ്. അവർ സംഘം കൂടിയിരുന്ന് ഇവരെല്ലാവരും കൂടെ ഈ പഴയ പാട്ടുകാരുടെ ഒക്കെ പാട്ടെടുത്ത് വെച്ചിരുന്നു. ഇവരൊക്കെ പാടി ആ പാട്ടുകളെ സംഘം കൃതികളെന്നും ആ കാലഘട്ടത്തെ സംഘകാലം എന്നും അല്ലേ, സംഘ ഏജ് എന്ന് വെച്ചാൽ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. മനസ്സിലായോ നിങ്ങളെ? നമ്മൾ പഠിക്കുന്നത് സംഘം വർക്സ് അല്ലേ, സംഘകൃതികളെ കുറിച്ചാണ്. ഈ സംഘകൃതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരയിലാണ്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന ഒരു കൂട്ടായ്മയാണ് ഈ സംഘങ്ങൾ എന്ന് പറയുന്നത്. സംഘം എന്ന് കേട്ടാൽ അറിയാമല്ലയോ, ഒരുപാട് പേര് ചേരുന്നതിനെയാണ് ഈ സംഘം എന്ന് പറയുന്നത്. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകളൊക്കെ അവർ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നറിയപ്പെടുന്നു. അന്നത്തെ കാലഘട്ടത്തിനെ അവർ സംഘകാലം എന്നും പറയുന്നു. അവർ പുറമേ ഉള്ള പാട്ടും പുറം പാട്ടും അകമ്പാട്ടും ഉണ്ടായിരുന്നു അല്ലേ. അതിനകത്തിൽ അകമ്പാട്ടെന്ന് വെച്ചാൽ എന്തായിരുന്നു, അകമ്പാട്ട് അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കുടുംബ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും അവർ കുറിച്ച് പാടുന്ന കുഞ്ഞുങ്ങളെ അവർ അകമ്പാട്ടുകൾ. പുറമേ ആണെങ്കിലോ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടും ഒക്കെ പരാമർശിക്കുന്ന പാട്ടുകളാണ് എന്താ, പുറം പാട്ടുകളെന്നും പറയുന്നത് കേട്ടോ. ഓരോന്നും മനസ്സിലാക്കി പോണേ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ കേട്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് സംഘം ലിറ്റററി വർക്ക്സ്. പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ ഏതെല്ലാം? ഇമ്പോർട്ടൻ്റ് സംഘം ലിറ്റററി വർക്ക്സ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതിനകത്തിലെ സംഘം ലിറ്റററി വർക്ക്സ് നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ പേരൊക്കെ ഇടിച്ചിട്ട് കട്ടി വാക്കുകളാണ് കേട്ടോ. സംഘ സാഹിത്യ കൃതികൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കുറുംതോക്കൈ. ആ പേര് നോക്കിയേ, കുറുംതോക്കൈ. എന്ത് തോക്കൈ? കുറുംതോക്കൈ കണ്ടോ. നറ്റൈണൈ, നറ്റിണൈ, നറ്റി NATTINAI, നറ്റിണൈ പഠിച്ചത് തന്നെ ഇല്ലയോ. കുറുന്തൊക്കെ ഇവിടെ അല്ലാതായിട്ട് നമ്മൾ പാക്കുകളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്ന പാട്. അപ്പടാ നിൽക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ വന്നേക്കുന്നത് അല്ലേ. എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് വഴിക്ക് കേട്ടോ, അല്ലാതിപ്പോൾ എന്തോ. അടുത്തത് അകനാനൂറ്. അത് പിന്നെയും കുഴപ്പമില്ല, അകനാനൂറ് അല്ലേ. അകനാനൂറോ പുറം 800 ഒക്കെ വേണമെങ്കിൽ നോക്കാം, അത് ഓക്കെ. അകനാനൂറ്. അടുത്തത് 10 10ക്ക് 10 എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളെ? ഇതുപോലെ 10 കേട്ടോ. അപ്പം കുറുംതൊകൈ, നറ്റിണൈ, പിന്നെ അകനാനൂറ്, 10 കേട്ടോ. ആ 3, 4 നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ. മറ്റേതൊക്കെ തട്ടിടേ ചുറ്റിടേ ഇതൊക്കെ ആയിരിക്കും. സ്പെല്ലിങ്ങൊക്കെ പഠിക്കണേ കേട്ടോ. അടുത്ത സംഘ സാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുമെന്ന് മറ്റ് തമിഴ് സാഹിത്യ കൃതികൾ ഏതെല്ലാം? സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ നമ്മൾ സംഘസാഹിത്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ ഏതാണ്ട് ഇതൊക്കെ പറഞ്ഞില്ലേ, ഈ 4 പേര് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ. ഇനി അത് മാത്രമേ ഉള്ളോ? അത്രയേ ഉള്ളോ? 4 ഉള്ളോ? സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികൾ ഏതെല്ലാം? നോക്കണേ കുഞ്ഞുങ്ങളെ. വേർ ഡു വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യന്റ് തമിഴകം? തിരുക്കുറൽ. എന്തുപോയി തിരുക്കുറൽ
അല്ലേ? ചിലപ്പതികാരം, സിലപ്പതികാരം എന്നാണ് കേട്ടോ. അത് മലയാളത്തിൽ നമ്മൾ ചിലപ്പതികാരം എന്നാണ് കേട്ടോ. അതുപോലെ മണിമേഖല, ആ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള തിരുക്കുറല്, ചിലപ്പതികാരം, മണിമേഖല. ഏതാവധികളെ നമ്മളിപ്പോൾ നേരത്തെ സംഘ സാഹിത്യ കൃതികളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാ? വായിക്കൊള്ളാത്ത 4 പേര് പറഞ്ഞായിരുന്നല്ലേ? അതുകൂടാതെ ഈ 3 കൂടിയുണ്ട് കേട്ടോ. തിരുക്കുറല്, ചിലപ്പതികാരം, മണിമേഖല. എന്താ കുഞ്ഞുങ്ങളെ ഈ തിരുക്കുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് ഈ തിരുക്കുറൽ എന്ന് പറയുന്നത് കേട്ടോ. തിരുക്കുറലിനും ഉണ്ട് കേട്ടോ. തിരുക്കുറൽ എന്നാണ് ചിലയിടത്ത് തിരുക്കുറൽ എന്ന് വിളിച്ചാൽ മതി. തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് ഈ തിരുക്കുറൽ. ഞാൻ ഈ 3 എഴുതിയത് ആരാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതൊക്കെ എഴുതിയത് ആരാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണേ. തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. 1 വേഡ് ഞാൻ തരാം, എന്നാലും ഇതൊക്കെ ചിലപ്പോൾ മിസ്സായാലോ. നിങ്ങളൊന്ന് എഴുതണേ. തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവർ. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലേ, തിരുക്കുറൽ തിരുവള്ളുവർ കേട്ടോ. എഴുതിയത് ആരാന്നൊന്നും അറിയണേ, ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാന്ന്. ഇനി അടുത്ത 2-മത്തെയാണ് ചിലപ്പതികാരം അല്ലെങ്കിൽ സിലപ്പതികാരം അല്ലെ. കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ആരൊക്കെയാ? 1 വേഡായിട്ടൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല ക്വസ്റ്റ്യനറാണ്. കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ഏതാണ്? ചിലപ്പതികാരമാണ് കേട്ടോ. ഇത് രചിച്ചത് ഇളങ്കോ അടികളാണ്. അടി അറിയല്ലേ? ഇളങ്കോ അടികളാണ് കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ്. ഇളങ്കോ അടികളാണ്. തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവർ ആണ് കേട്ടോ. ചിലപ്പതികാരത്തിന്റെ ഇളങ്കോ അടികളാണ്. എന്ത് ക്ലൂ വെച്ചായാലും വേണ്ടിയില്ല എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചോണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അത് ഓക്കെ ആണല്ലോ. സംഘം അതിൻ്റെ കഴിഞ്ഞു. അതിൻ്റെ 3-മത്തെയാണ് മണിമേഖല. 3 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മണിമേഖല അത് കോവലന്റെയും മാധവിയുടെയും മകളായ, നോക്കണേ, കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല എന്ന് പറയുന്നത്. ഈ മണിമേഖല ആരാണ്? നമ്മുടെ കോവലന്റെയും മാധവിയുടെയും മകളാണ് മണിമേഖല. ഈ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. അത് എഴുതിയ നോക്കുഞ്ഞുങ്ങളെ ചീത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. ചീത്തലൈ ചാത്തനാർ മതി അല്ലേ? ചീത്തലൈ വേണോ? ചീത്തലൈ ചാത്തനാറാണ് ഈ മണിമേഖല രചിച്ചത്. നമ്മൾ 3 പറഞ്ഞു കേട്ടോ. 3 പേര് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. അതായത് നമ്മൾ ഓൾറെഡി സംഘ സാഹിത്യ കൃതികളെ കുറിച്ചാണ് പറയുന്നത്. സംഘ സാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം നൽകുന്ന, പ്രാചീന തമിഴകത്തെക്കുറിച്ച് നമുക്ക് വിവരം തരുന്ന തമിഴ് സാഹിത്യ കൃതികളാണ് നമ്മൾ ഈ പറഞ്ഞ 3. ഏതൊക്കെയാണ്? തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവർ ആണ്. പിന്നെ ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികളാണ്. അതുപോലെ തന്നെ മണിമേഖല എഴുതിയത് ചീത്തലൈ ചാത്തനാറാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരപ്പം എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളുടെ? തിരുക്കുറൽ ഈസ് വൺ ഓഫ് ദ ഇമോർഷണൽ ലിറ്റററി വർക്ക്സ് ഇൻ തമിഴ് ലിറ്ററേച്ചർ. തിരുവള്ളുവർ ഈസ് ദ ഓതർ ഓഫ് ദീസ് ബുക്ക്. ചിലപ്പതികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളങ്കോ എന്ന് എഴുതുന്ന കണ്ടോ? ഇളങ്കോ അടികൾ ഈസ് ദ ഓതർ ഓഫ് ചിലപ്പതികാരം വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ കേട്ടോ. പിന്നെ മണിമേഖല ഈസ് ദ വർക്ക് ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മണിമേഖല, ദ ഡോട്ടർ ഓഫ് കോവാലൻ ആൻഡ് മാധവി. പിന്നെ മണിമേഖല വാസ് കമ്പോസ്ഡ് ബൈ ആരാണ്? ചീത്തലൈ. നോക്കണേ, ചീത്തലൈ ചാത്തനാർ. പേരൊക്കെ ഇച്ചിരി കട്ടിയാ കേട്ടോ. ഇച്ചിരി കട്ടി എന്ന് വെച്ചാൽ നല്ല കട്ടിയാ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല നിങ്ങൾ നോക്കിക്കേ. ലിസ്റ്റ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യന്റ് തമിഴകം. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. പുരാതന തമിഴകത്തെക്കുറിച്ചുള്ള പ്രധാന വിവര സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തുക. പുരാതന തമിഴകത്തെക്കുറിച്ച് അറിയാനുള്ള ഒറ്റ വഴി എന്താ? പണ്ട് കാലത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംഘകൃതികൾ, ചിലപ്പതികാരം, തിരുക്കുറൽ, മണിമേഖല ഇതിലേതെങ്കിലും എടുത്ത് നോക്കണം. ഇതൊക്കെയാണ് നോക്കേണ്ടത് കേട്ടോ. പുരാതന തമിഴകത്തെക്കുറിച്ചുള്ള പ്രധാന വിവര സ്രോതസ്സുകൾ ഇറങ്ങുന്ന പട്ടിക ഏതാണ്? ഈ 4 കേട്ടോ. ലിസ്റ്റ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യന്റ് തമിഴകം. ഇതൊക്കെ നല്ലപോലെ എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി
അടുത്ത ചോദ്യം, സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ ദ സംഘം ഏജ്. നമ്മുടെ ടെസ്റ്റിനകത്തിലെയാണ്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു? ഈ സംഘത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ പറയില്ലേ ആദ്യമൊട്ടെ സംഘം വർക്ക്സ്, സംഘകൃതികളെ കുറിച്ചും ഇനി ആ സംഘകാലത്തിലെ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ജീവിതം അന്നേരം എല്ലാവരും ഓക്കെ ആയിരുന്നോ, എല്ലാവർക്കും ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയണ്ടായോ? ഇന്നത്തെ കൂട്ടായിരുന്നോ അന്ന്? അതൊക്കെ അറിയാനാണ്. നോക്കൂ നിങ്ങളെ അവിടുത്തെ സാമൂഹിക ജീവിതം അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് നോക്കിക്കേ. 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. existed a social divisions based on occupation. അവർ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ വിഭജനമാണ് കേട്ടോ. എക്സിസ്റ്റഡ് ഇൻ സോഷ്യൽ ഡിവിഷൻ ബേസ്ഡ് ഓൺ ഒക്കുപ്പേഷൻ. അതുപോലെ ദെയർ വെയർ നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. സാമൂഹികമായ വേർതിരിവുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു വേർതിരിവും പണ്ട് കാലത്തെ അല്ല, ഇപ്പോഴല്ലേ എല്ലാവർക്കും വേർതിരിവായേ, അത് സാമൂഹികമായ വേർതിരിവുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ജെൻഡർ ഇക്വാളിറ്റി എക്സിസ്റ്റഡ്. സ്ത്രീ പുരുഷ സമത്വവും നിലനിന്നിരുന്നു. ഏതാ നമ്മൾ പഠിക്കുന്നത്? സംഘകാലത്തെ സാമൂഹിക ജീവിത ചരിത്രത്തിൽ സംഘകാലത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് പഠിക്കുന്നത്. 3 പോയിന്റാണ്. ആ 3 എണ്ണവും വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. സാമൂഹിക ജീവിതമാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയായിരുന്നു? തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം അവിടെ നിലനിന്നിരുന്നു. സാമൂഹ്യമായ വേർതിരിവുകളൊന്നും അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ജീവിത സാമ്പത്തികമായിട്ട് എങ്ങനെയായിരുന്നു? അവിടെ എല്ലാം ഓക്കെ ആയിരുന്നു. എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു നിങ്ങളെ? സാമ്പത്തിക ജീവിതം. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ്. കൃഷിയായിരുന്നു കുഞ്ഞുങ്ങളെ അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ. ലിവ്ലിഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപജീവന മാർഗം. എന്തൊക്കെയായിരുന്നു അവർ? കാറ്റിൽ റെയറിങ്, ഫിഷിങ്, ഹണ്ടിങ്, വേർ അതർ ലിവ്ലിഹുഡ് അല്ലേ. അവരെന്താ? കന്നുകാലികളെ മേയ്ക്കുക. കാറ്റിൽ റെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികളെ മേയ്ക്കുക. ഫിഷിങ് മീൻ പിടിക്കുക. ഹണ്ടിങ് വേട്ടയാടുക. ഓരോ ജീവികളെയൊക്കെ എന്ത് ചെയ്യുക? കൊന്നിട്ട് അതിൻ്റെ ഓരോ പാർട്സുകളൊക്കെ എടുത്ത്. അന്നൊന്നും ഇന്നത്തെ കൂട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ. വേട്ടയാടുക എന്നിവ മറ്റ് ഉപജീവന മാർഗമായിരുന്നു. മനസ്സിലായോ? കൃഷിയായിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. പിന്നെ ദർ എക്സിസ്റ്റഡ് ട്രേഡ് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്. മാത്രമല്ല കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ട് അവർ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. പിന്നെ പെപ്പർ ആൻഡ് അതർ സ്പൈസസ് വേർ ദ മെയിൻ ഐറ്റംസ് ബോട്ട് ഫോറിനേഴ്സ്. ദേ ബോട്ട് കോപ്പർ, സിൽവർ, ഗോൾഡ് എക്സെട്ര വിത്ത് ദം. കുരുമുളകും മറ്റും സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായിട്ടും വിദേശികൾ വാങ്ങിയിരുന്നത്. പണ്ട് കാലത്തെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എന്താണ് കൂടുതലും കുരുമുളകും മറ്റ് സുഗന്ധ ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു? അവർ പ്രധാനമായിട്ടും വിദേശികൾ വാങ്ങിയിരുന്നു. പകരോ ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇങ്ങോട്ടും കൊണ്ടുവരുന്നിരുന്നു. അങ്ങോട്ട് മാത്രമല്ല കൊണ്ടുവരുന്നത് കേട്ടോ, ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു കേട്ടോ. ഓക്കെ ആണോ? വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് തിണകൾ എന്നാണ്. മലയാളത്തിൽ തിനൈസ്, ഇംഗ്ലീഷിൽ ടിനൈസ് എന്നാണ്, മലയാളത്തിൽ തിണകൾ എന്നാണ്. സംഘം വർക്ക്സ് മെൻഷൻഡ് 5 ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടെറൈൻ വിച്ച് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യന്റ് തമിഴകം. ദർ ആർ നോൺ ആസ് എന്താണ്? തിണകൾ അല്ലേ. ദർ ആർ നോൺ ആസ് ഐൻ തിണകൾ എന്നാണ് കേട്ടോ. ഐൻ തിണകൾ, ഐൻ തിനാസ്. ആ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ ഇവിടെ. എന്താണ് തിണകൾ എന്ന് വെച്ചാൽ? സംഘം വർക്ക്സ് മെൻഷൻ 5 ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടെറൈൻ വിച്ച് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യന്റ് തമിഴകം. ദർ ആർ നോൺ ആസ് ഐൻ തിണകൾ എന്നാണ്. എന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി, ഓരോ ഭൂപ്രകൃതി അറിയാമല്ലോ, ഓരോ തട്ടുകളായിട്ടുണ്ടെന്ന്. ഈ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. നോക്കണേ നിങ്ങളെ, ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി നമ്മുടെ പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നതായി ഈ സംഘം കൃതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവയെ നമ്മൾ 5 എണ്ണം ഉള്ളതുകൊണ്ട് 5, അതുകൊണ്ട് ഇതിനെ ഐന്തിണകൾ എന്നാണ്. 5 എണ്ണം ഉണ്ടല്ലോ, 5 എണ്ണത്തിന് അവർ ഐന്തിണകൾ എന്നാണ് അറിയപ്പെടുന്നത്. തിണകളെ കുറിച്ചാണ് നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കല്ലേ നിങ്ങളിതൊക്കെ ഇല്ലയോ? തിണകൾ എന്താന്ന് ഇപ്പം ആദ്യമായിട്ട് കേൾക്കുക. ഇതാ നമ്മുടെ ഭൂമിയുടെ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന തമിഴകത്തെ കുറിച്ചല്ലേ, അതിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായിട്ട് നമ്മുടെ സംഘം കൃതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ 5 എണ്ണം ഉള്ളത് കൊണ്ട് അതിനെ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടു കേട്ടോ. അപ്പം നമുക്കത് നോക്കാം. അതിൻ്റെ തൊട്ട് താഴെ
ഈ 5 ഇണകൾ എന്ന് വെച്ചാൽ എന്തോ 5 എണ്ണത്തിന്റെ പേര് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ലിവ്ലിഹുഡ് ഓഫ് പീപ്പിൾസ് ഇൻ തിണയിലെ തിണയിലെ ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവന മാർഗവും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പേര് കുറിഞ്ചി എന്നാവും നിങ്ങൾ കേട്ടോ. ഞാൻ ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടല്ലേ മലയാളം നോക്കിയാൽ മതി. മലയാളം വായിക്കാൻ അറിയാമല്ലോ അല്ലേ? മലയാളം ഇംഗ്ലീഷും ഉണ്ട്. ഇപ്പം നോക്കിയ തിണകള്, അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, മീൻസ് ഓഫ് ലിവ്ലിഹുഡ് കേട്ടോ. അതിലൊന്നാമത്തെയാണ് കുറിഞ്ചി എന്ന് പറയുന്ന ആര്. അവർ കൂടുതലും ഫോറസ്റ്റ് മൗണ്ടൻ ഏരിയയിലാണ്, കാടുകളിലും മലകളിലും ഒക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ, ഈ കുറിഞ്ചി ആൾക്കാരെല്ലാം എപ്പോഴും കൂടുതൽ ഫോറസ്റ്റ് മൗണ്ടൻ അങ്ങനെയുള്ള സ്ഥലം, അല്ലെങ്കിൽ മലകളിലും കാടുകളിലും ഒക്കെയാണ്. അവരുടെ ജോലി എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ കളക്ട് ചെയ്യുക, എന്താ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, അതുപോലെ ഹണ്ടിങ്, വനവിഭവ ശേഖരണം. വനത്തിലുള്ള എന്തൊക്കെയാ നല്ല തേനുകളും അതുപോലെ തന്നെ എന്താ നല്ല നല്ല ഫ്രൂട്ട്സുകളൊക്കെ കാണുമല്ലോ വനത്തിനുള്ളിലൊക്കെ, നല്ല മരങ്ങളിൽ നല്ല ഫ്രൂട്ട്സുകളും അതൊക്കെ തേനൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഉള്ളത് വിദേശികൾക്ക് കൊണ്ട് കൊടുത്താലേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അവർ നല്ല വില തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെ എല്ലാം അവരെന്താ ശേഖരിക്കുകയാണ് ഈ കുറിഞ്ചി ആൾക്കാരുടെ ജോലി. അവർ കൂടുതലും എവിടെ കാണപ്പെടുന്നത്? അവർ ഫോറസ്റ്റിലും മൗണ്ടൻസിലും ഒക്കെ, അവങ്ങളെ കാട് മല വിഭാഗത്തിലൊക്കെ അവർ കാണപ്പെടുന്നത് കേട്ടോ. അവരുടെ ജോലി വിഭവങ്ങളുടെ വനത്തിലുള്ള വിഭവങ്ങൾ ശേഖരിക്കുകയും വേട്ടയാടുക, ഹണ്ടിങ് ഒക്കെയാണ് അവരുടെ ജോലി. ഇനി മുല്ല എന്ന് പറയുന്ന ടീം എന്താണ്? അവര് പുൽമേടുകളിലും കുറ്റിക്കാടുകളിലും ഒക്കെയാണ് അവരെ കാണുന്നത് കേട്ടോ. പുൽമേടുകളിലും കുറ്റിക്കാടുകളിലും ഒക്കെയാണ് അവരെ കാണപ്പെടുന്നത്. അവര് കാറ്റിൽ റിയറിംഗ് ആണ് അവരുടെ ജോലി. കന്നുകാലികളെയൊക്കെ മേയ്ക്കലാണ് അവരുടെ ജോലി. അടുത്ത പാലൈ എന്ന് പറയുന്നത്, പാലൈ എന്ന് വെച്ചാൽ എറൈഡ് റീജിയൻസ്, വരണ്ട പ്രദേശമാണത്. പാലയെന്ന് വെച്ചാൽ എന്താ? പാലയിലെ എന്താ നിങ്ങളെ അവിടെ ഭൂമിശാസ്ത്രപരമായിട്ട് വരണ്ട പ്രദേശങ്ങളിലാണ് ഇവർ കൂടുതലും താമസിക്കുന്നത് അല്ലേ. അവരെന്താ റോബറി ആൻഡ് എന്താ ബ്ലണ്ടർ എന്നാവും നിങ്ങളെ കൊള്ളയും കവർച്ചയൊക്കെയാണ് ഇവരുടെ ജോലി കേട്ടോ. കൊള്ളയടിക്കുകയും കവർച്ച നടത്തുകയൊക്കെയാണ്. അടുത്തത് മരുതം എന്ന് പറയുന്നത്. മരുതം എന്ന ടീമിന്റെ ജോലി എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഫീൽഡാണ്. വയൽ പ്രദേശങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ടും താമസിക്കാൻ ഉപയോഗിക്കുന്നത്. വയൽ പ്രദേശം അവരുടെ ജോലി എന്താണ്? കൃഷിയാണ്, അഗ്രികൾച്ചറുമാണ് കേട്ടോ. ഇനി നെയ്തൽ എന്ന് പറയുന്ന ടീമുണ്ട്. നെയ്തൽ അവരെന്ന് വെച്ചാൽ കോസ്റ്റൽ റീജിയനിലാണ്, തീരപ്രദേശങ്ങളിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ജോലി എന്താ? മീൻപിടുത്തവും കേട്ടോ, മീൻപിടുത്തമാണ്. പിന്നെ അവർ സാൾട്ട് എക്സ്ക്രീഷൻ ഉണ്ട് കുഞ്ഞുങ്ങളെ. ഉപ്പെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഉപ്പ് കുറുക്കൽ എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയുന്നത് കേട്ടോ. സാൾട്ട് എന്താ എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ ഉപ്പ് അല്ലെ, വെള്ളത്തിൽ നിന്ന് ഉപ്പെടുക്കുന്നത് അതാ. പിന്നെ ഇവര് എന്താ ഫിഷിങ്, മീൻപിടുത്തം ഒക്കെയാണ്. അപ്പൊ ഈ 5 പേരും നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഏതാ തിണയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 5 ഭൂവിഭാഗക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. 5 ടീമുകളാണ്. ആ 5 ടീമിന്റെയും പേര് പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. ആരൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ കേട്ടോ. അപ്പൊ കുറിഞ്ചി ടീം ഫോറസ്റ്റ് മൗണ്ടൻസിലാണ്, അവർ വേട്ടയാടിയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. മുല്ല ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലിയെ മേയിച്ച് ഗ്രാസ് ലാൻഡിലൊക്കെയാണ് താമസിച്ചിരുന്നത്. പാലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരണ്ട പ്രദേശത്ത് അവർ കൊള്ളയടിച്ചും ഒക്കെയാണ് അവർ ജീവിച്ചത്. പാലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അത് തന്നെ വരണ്ട. മരുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയൽ പ്രദേശങ്ങളിലാണ് അവർ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നു. നെയ്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരപ്രദേശങ്ങളിലാണ് അവർ മീൻ പിടിച്ചും ഉപ്പ് വാരിയും ഒക്കെ അവർ കഷ്ടപ്പെട്ട് കഴിയുന്നു. അപ്പോൾ 5 പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? അടുത്ത അങ്ങാടികൾ എന്നാൽ എന്താണെന്ന് നോക്കൂ നിങ്ങളെ. അങ്ങാടികൾ ഓരോ തിണയിലും നമ്മൾ തിണയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞില്ലയോ, ഈ ഓരോ 5 തിണയെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ 5 തിണയെക്കുറിച്ച് പഠിച്ചില്ലേ. ഇപ്പോൾ ഇവരിപ്പോൾ കൂടുതൽ ഇവർക്ക് എന്താണ് വേട്ടയാടിയപ്പോൾ കൂടുതൽ തേൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഇപ്പോൾ മുല്ല എന്ന് പറയുന്ന അവർക്കത് എന്താ അവർ രണ്ടും കാടുകളിലാണ് കൂടുതൽ. അപ്പോൾ അടുത്ത ഇതിന് അവർ ഷെയർ ചെയ്തിരുന്നു അല്ലേ. അത് തന്നെ ഓരോ തിണയിലും ഉൽപ്പാദിച്ചിരുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായിട്ട് അവർ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളിലൂടെ രൂപീകരണത്തിലേക്ക് അത് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങളെ നമ്മൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടത്. അങ്ങാടി എന്ന് വെച്ചാൽ ചന്തയ്ക്കാവും നിങ്ങളെ. നമ്മുടെ ഇവിടെയൊക്കെ ചന്ത എന്നാ പറയുന്നത് കേട്ടെ. മാർക്കറ്റ്, കമ്പോളം, ചന്ത ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന തിണ 5 എണ്ണം അറിയാവേ, ഉൽപ്പാദിപ്പിച്ചിരുന്ന ഈ വിഭവങ്ങൾ മറ്റ് തിണക്കാർക്ക് അവർ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊടുത്തിരുന്നത്? വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് അത് കൂടുതൽ ഇതിലേക്ക് അത് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടത്. ദ റിസോഴ്സസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് തിണൈ were exchanged with other tinais. Such exchange of resources led to the formation of trade centers. These trade centers were known as അങ്ങാടി അല്ലെങ്കിൽ മാർക്കറ്റ്.
വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇനി പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ ഏതെല്ലാമാണ്? നമ്മൾ പ്രാചീന കാലത്തെ തിണകൾ ഏതാണെന്ന് പഠിച്ചു, പ്രാചീന കാലത്തെ സംഘംകൃതികൾ ഏതാണെന്ന് പഠിച്ചു അല്ലേ? ഇതെല്ലാം ഓർമ്മ വേണേ. ഇനി അവിടുത്തെ അങ്ങാടികൾ, പണ്ട് കാലത്തെ ചന്തകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? മാർക്കറ്റ് ഇൻ ആൻഷ്യന്റ് തമിഴകം. അല്ലലാവണവും, ആ പേരൊക്കെ ഇങ്ങനെ ഇട്ടുകൊള്ളോ, അല്ലലാവണവും നാലങ്ങാടിയുമാണ് കേട്ടോ. നാളങ്ങാടി എന്നാവും നിങ്ങളെ ടെസ്റ്റിൽ അടിച്ചേക്കുന്നത്, നാലങ്ങാടി എന്നാണ് കേട്ടോ. അതിന് നാളങ്ങാടി ആയാലും കുഴപ്പമൊന്നുമില്ല, നാളങ്ങാടിയും കേട്ടോ. അല്ല ലാവണവും. ഓ, എന്തൊക്കെ വാക്കുകളാണ് ഈ ചാപ്റ്ററിനകത്ത് ഇല്ലേ? ഇതൊക്കെ എന്തിനാ പഠിക്കുന്നില്ലയോ? അല്ല ലാവണവും നാളങ്ങാടിയും കേട്ടോ. പ്രാചീന തമിഴകത്തെ അങ്ങാടികളാണ്. ഈ അല്ലലാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് മാർക്കറ്റ്, വൈകിട്ടുള്ള ചന്തയില്ലേ കുഞ്ഞുങ്ങളെ, അതിനെ അന്തിച്ചന്ത എന്നാണ് പറയുന്നത് കേട്ടോ. വൈകിട്ട് അല്ലലാവണം എന്ന് വെച്ചാൽ അന്തിച്ചന്ത, വൈകിട്ട് നടത്തുന്ന ചന്തയ്ക്കാണ്. നാലങ്ങാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പകൽ സമയങ്ങളിൽ നടത്തുന്ന ചന്തയ്ക്ക് പറയുന്ന പേരാണ് നാലങ്ങാടി കേട്ടോ. പ്രാചീന തമിഴകത്തെ രണ്ട് മാർക്കറ്റിൻ്റെ പേര് ചോദിച്ചാൽ അല്ലലാവണവും നാലങ്ങാടിയും. അല്ലലാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് മാർക്കറ്റാണ്, മറ്റേത് ഡേ ടൈം മാർക്കറ്റാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ, ഇതും കൂടെ നോക്കാം കുഞ്ഞുങ്ങളെ. പൊളിറ്റിക്കൽ സിസ്റ്റം. പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ്? പണ്ട് പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ്? ഹു ഗവേൺസ് ഈച്ച് റീജിയൻസ് ഇൻ ആൻഷ്യന്റ് തമിഴകം. ചേരാസ്, പാണ്ഡ്യാസ്, ചോളാസ് എന്നീ 3 ടീമാണ് കേട്ടോ. ചേരാസ്, പാണ്ഡ്യാസ്, ചോളാസ്. ഹു ആർ മൂവർ സംഘർ. അതിനകത്തിൽ ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ മൂവർ സംഘർ എന്ന് ചോദിക്കുന്നത്? മൂവരസർ എന്നാണ്. മൂവർ സംഘർ 3 പേരാണ്. മൂവരസർ എന്നാണ് കറക്റ്റ് കേട്ടോ. മൂവരസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ദ ചേര, ചോള ആൻഡ് പാണ്ഡ്യ ഹു റൂൾഡ് ആൻഷ്യന്റ് തമിഴകം വേർ കളക്റ്റീവ്ലി നോൺ ആസ് എന്താണ്? ഒന്നുകിൽ മൂവന്തർ ഓർ മൂവരസർ എന്താണ്? മൂവേന്ദർ എന്നാവും നിങ്ങൾ കേട്ടോ. അതിൻ്റെ മലയാളം തന്നെ താഴെ കിടപ്പുണ്ട്, അത് ആദ്യം വായിക്കുമ്പോൾ തെറ്റില്ലേ. മൂവേന്ദർ ഓർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മൂവരശർ കേട്ടോ. നിങ്ങൾക്ക് ആ വായിക്കുമ്പോൾ മലയാളം അതിൻ്റെ തൊട്ട് താഴെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ദ ചേര, ചോള ആൻഡ് പാണ്ഡ്യ ഹു റൂൾഡ് ആൻഷ്യന്റ് തമിഴകം വേർ കളക്റ്റീവ്ലി നോണാസ് മൂവേന്ദർ അഥവാ മൂവരശർ കേട്ടോ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്ദർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മൂവരശർ എന്നാണ് അറിയപ്പെടുന്നത്. മൂവരശർ എന്നറിയപ്പെടുന്നത് ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരെയൊക്കെയാവും നിങ്ങളെ? ചേര, ചോള, പാണ്ഡ്യ കേട്ടോ. ഇവരെ നമുക്ക് എന്താ, ഈ രാജാക്കന്മാരെ, ഇവരുടെ രാജാക്കന്മാരെ നമുക്ക് എങ്ങനെ പറയാം? ഇവരെ നോക്കണേ, കോന് കടുംകോ. വെളിയിൽ നിന്ന് കേട്ടവർക്ക് ഇത് ഏത് ഭാഷയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? കോൻ കടുംകോ എന്നും ഇവരുടെ രാജാക്കന്മാരെ വിളിച്ചിരുന്നു കേട്ടോ. കോന് കടുംകോ. ഇനി മൂവേന്താരം അവരുടെ ക്യാപിറ്റലും ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചേരയുടെ വഞ്ചിയാണ് കേട്ടോ. ചേര, വഞ്ചി. ചോള, ഉറയൂറ്. പാണ്ഡ്യ, മധുരൈ കേട്ടോ. അപ്പോൾ ഇത്രയും മതി കുഞ്ഞുങ്ങളെ. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലാതെ ഞാൻ വെറുതെ വായിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും നോട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ പാർട്ട് ഇട്ടാണ്, ഇത് 2ആണ്. ഒരു 3ഉം 4ഉം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇച്ചിരി ലെങ്തുള്ള ചാപ്റ്ററാണ്. അപ്പോൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് പറയണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്